ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എണ്ണ കാച്ചാൻ പോവേന്ന്. വേണ്ട, അതായത് വേപ്പിൻ്റെ ഇലയാണ് എന്ന് പറഞ്ഞാൽ തല മുടി കൊഴിച്ചിലിനൊക്കെ നല്ലതാണ്. വേപ്പല, കറിവേപ്പല എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കില്ല. അതാ അല്ലാത്ത വേപ്പിൻ്റെ ഇല. വേണ്ട, കൈതോന്നി, ഇവിടെ കൈതോന്നി എന്നാണ് പറയണത് കേട്ടോ. ഇതാ അമരിയില ഇനി വേണ്ട, ഇനി ഇത്തിരി ഇറുക്കാനും ഉണ്ട്. അമരിയില, പിന്നെ പൂവാങ്കുറുന്തൽ. പൂവാങ്കുറുന്തൽ ഇത് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണക്കായപ്പോൾ എല്ലാം പോയി. പിന്നെ അതുപോലെ ചെമ്പരത്തി പൂവ് കുറച്ചേ ഉള്ളൂ. കുറച്ച് ചെമ്പരത്തി പൂവ്, പിന്നെ ഒരു സവാളയാണ് കൊത്തിയരിഞ്ഞ്, ഉള്ളി എടുക്കാം, ഒരു സവാള, പിന്നെ കുറച്ച് ഉലുവ. അപ്പം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇടാം. വേണ്ട, ഈ ഇലയും വേണ്ട, നല്ല മുടി തഴച്ച് വളരുമെന്നാണ് പറയണത്. മോക്ക് വേണ്ടേ? എനിക്ക് എണ്ണ വയ്ക്കാൻ പറ്റത്തില്ല, അവളെ മുടിയിൽ എണ്ണ തേക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് മുടിയില്ല കേട്ടാ, അറിയണമല്ലോ. എനിക്ക് മുടിയില്ല, എല്ലാവരും പറയണത് തഴച്ച് വളരുമെന്ന്. അപ്പം ഇനി ഞാൻ സ്ഥിരം ഇത് തന്നെ അങ്ങ് ആക്കാൻ പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഇതിട്ട് അമരിയില, നീല അമരിയില ഇലയാണ് കേട്ടോ. ഒരു മൂട് ഇവിടെ നിന്ന് അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. വേപ്പിൻ്റെ ഇല എല്ലാം കൂടെ നമുക്ക് മിക്സിയിലോട്ടിട്ട് അടിച്ചെടുക്കാം. തൂരൂരി ഇത് നല്ലതെന്നാണ് പറയണത്. മുടി ഇത് താരനൊക്കെ പോകുമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം നമുക്കൊന്ന്, എൻ്റെ തലയിൽ താരനുണ്ട്, മുടി കൊഴിച്ചിലുണ്ട്, എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് മുടി നന്നായിട്ട് കൊഴിയും. അപ്പം അറിയണമല്ലോ ഇനി മുടി കൊഴിയോ വളരുമോ എന്നൊക്കെ അറിയണമല്ലോ. ഇനിതാ പൂവാങ്കുറുന്തൽ. ഈ പൂവാങ്കുറുന്തലിൻ്റെ ഇല ഇതും ഇല്ല, ഉണക്കായി മൊത്തത്തിൽ. ഇതിൻ്റെ പൂവ് പോലും കളഞ്ഞിട്ട്. ഇതൊക്കെ ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ്. അപ്പം അറിയണമല്ലോ മുടി വളരുമെന്ന്. പിന്നെ ആനാർ മുടി എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഇവിടെ എങ്ങും കാണാനില്ല. ഈ റബ്ബർ കാട്ടിലൊക്കെയാണ് ഉള്ളത്. അത് നല്ലതാണ് മുടി കൊഴിച്ചിലിനും എല്ലാത്തിനും. അപ്പം നമുക്കിതിൻ്റെ പൂ പോലും കളയണ്ട, ഇട്ട് നമുക്കിത് അടിച്ച് ഒരു ഇല പോലും കളയല്ല കേട്ടോ. ഞാൻ ഈ അത്രയും ചെന്ന് കിടന്ന് പൂവാങ്കുറുന്തലില്ല, കരിഞ്ഞു പോയി മൊത്തം. അമരി തീർന്ന അവിടെ. അമരിയിലെ മൂട്ടിൽ ഇത് എറുമ്പ് ഇനിയിപ്പോൾ തിളുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഈ ചെമ്പരത്തി പൂവും എല്ലാം കൂടെ ഇടാം. ഇത് എണ്ണയിലിട്ട് കൊടുക്കാം. ഇതാണ് എല്ലാം കൂടെ അടിച്ചെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ആടൂല. അപ്പം എന്ത് ചെയ്യാം, വെള്ളം ഒഴിക്കണം. അങ്ങനെ ചട്ടി അടുപ്പിൽ വെച്ച് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് എണ്ണ മതി, എന്നാലും ഇത്ര മതി. എനിക്ക് മാത്രമല്ലേ, നിനക്ക് തരൂല. ഞാൻ കാണാതെ പോലും എനിക്ക് ഉപയോഗിച്ചൂടല്ലോ. ഒരു ഈത്തപ്പഴം എടുത്താണോ അതിന്ന് അവിടെ ഇറുത്ത് വെച്ച്. അപ്പോഴ് കൂടെ തന്നെ ഇതൊഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കണല്ലേ. പൊട്ടിത്തെറിക്കരുത്. തിളയ്ക്കുന്ന മുമ്പ് ഇത് ഒഴിക്കണം. അതാണ് അതിൻ്റെ ട്രിക്ക്. ചിലർ തിളയ്ക്കുമ്പോഴത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് തിളയ്ക്കുന്ന മുമ്പ് നല്ലോണം വഴിച്ച് ഇങ്ങനെ ഇളക്കി ഇനിയുണ്ട്. എവിടെ ഒഴിക്കാം. ഒരു കപ്പിലോട്ട് ഞാൻ മാറ്റി വെച്ചിരുന്നു കുറച്ച്. മുടി തഴച്ച് വളരുമെന്നാണ് പറയുന്നത് കേട്ടോ. ഒരു ശകലം പോലും കളയണ്ട നമുക്ക് കേട്ടോ. ഇതൊന്നും കിട്ടാനില്ല. ഉണക്കാവുമ്പം ഇതിങ്ങനെ ഇനി ഇളക്കി നിൽക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവാളയും ഉലുവയും ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ദാണ്ടാ എണ്ണ കിടന്ന് തിളയ്ക്കുന്നു. അപ്പോൾ ആദ്യം സവാള ഇട്ട് കൊടുക്കാം. സവാള
സവാള മുമ്പേ ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. വേണ്ട നല്ല കളറ് നീല അമരിയാണ്. സാധാരണ പറയണത് ഒരു ഇതളിൽ 9 ഇലയും 11 ഇലയും കാണുന്നു. പക്ഷേ ഇത് ഫുള്ള് 11 ഇല ഉള്ളതാണ്. പക്ഷെ നല്ല നീല കളറായിരുന്നു. നല്ല നീല കളറിലാണ് ഇരുന്നത്. ഇനി ഉലുവയും കൂടെ ഇടാം. ഉലുവയിട്ട് നന്നായി ഇളക്കി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അറിയണമല്ലോ, മുടി വളരും, മണം വരുന്നുണ്ട്. കൈതോന്നീരയും പിന്നെ വേപ്പിൻ്റെ ഇലയും അതുപോലെ പൂവാങ്കുറുന്നലും പിന്നെ നീല അമരിയും ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ സവാള കൊത്തി അരിഞ്ഞതും ഉലുവയും. അത് നല്ല മണം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഇനി അത് നേരെ നല്ലതുപോലെ കാച്ചിയെടുക്കുക. അങ്ങനെ എണ്ണ കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മട്ടി അടിയിൽ ആവും. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം അരിപ്പിൽ അരിച്ചെടുക്കാം. അത് നല്ല കളറുണ്ട്. വേണ്ട ഇങ്ങനെ ആക്കുമ്പോൾ കണ്ട നീല കളറിൽ നല്ല ഭംഗിയുണ്ട്. കണ്ട നീല അമരിയിലെ ഇതാണ്. അപ്പം ഇതിനി ഇരുന്ന് ഇതിൻ്റെ മട്ടി പിന്നീടാകുമ്പോൾ ചൂടാറുമ്പോൾ അരിച്ചെടുക്കാം. അപ്പം എണ്ണ കാച്ചിലൊക്കെ കഴിഞ്ഞ് അപ്പം ടാറ്റാ.